ചക്കക്കാലമാണ്. ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. ചക്കക്കുരും ചീരയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ കലം തുടച്ച് ചോറുണ്ണും തീർച്ച. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, നമ്മൾ സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്നറിയോ? എല്ലാവർക്കും അറിയാലോ, ഇതാണ് പ്രഷർ ചീര. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ കറി വയ്ക്കാറ്? ഞാൻ ഇന്ന് വയ്ക്കുന്നതേ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളുടെ ചക്കക്കുരു പ്രഷർ ചീരയും കൂടിയിട്ട് വെക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രഷർ ചീര തോരൻ മാത്രമല്ല, ഇതുപോലെയും വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചക്കക്കുരുവിന് 4 പീസാക്കുന്ന തരത്തിൽ, അതായത് വേഗം ഉടഞ്ഞു വേവുന്ന വിധത്തിൽ ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചക്കക്കുരു എന്തായാലും വെള്ളം ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം ബാലൻസ് ആയാലും കുഴപ്പമില്ല. പിന്നെ അല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഈ ചീര ഒന്ന് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ചക്കക്കുരുവൊക്കെ നന്നാക്കി വരുമ്പോഴത്തേനും ഒന്ന് കുഴഞ്ഞു ആള് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ഇപ്പം തന്നെ വെക്കാൻ പോവാണല്ലോ, ഫ്രഷ് ആണല്ലോ, കുഴപ്പമില്ല. ഞാൻ കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ തണ്ടും വന്ന് ഉരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പിച്ചി നുറുക്കി ആണ് ഇടുന്നത് കേട്ടോ. അരിയുന്നില്ല. നമുക്ക് വേഗം പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും, റിസ്ക്കും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ആക്കാം. അതിനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഒരുപാട് ഇല കൊണ്ടുവന്ന് അരിയാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ സമയം പോവാണ്. ഇതാകുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മളെ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള ഈ നാടൻ വിഭവം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ പിച്ചു നുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ചീര മാത്രമല്ല, ഏത് ചീരയോടൊപ്പം ചക്കക്കുരു ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ച് മതി, പണി എളുപ്പം കഴിയുകയും ചെയ്യും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് അതിനൊന്ന് ഉടച്ചെടുക്കുക. അതിൻ്റെ ഒരു കൊഴുപ്പ് നമ്മളുടെ ഈ ചീരയിലേക്ക് ഇറങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉടച്ചു കൊടുക്കുക. കാരണം അങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീരയിലേക്ക് ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉടച്ചു കൊടുത്തപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഉള്ളി നന്നായി എടുത്തിട്ട് ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കുക. അതേപോലെ ഇച്ചിരി വെളുത്തുള്ളി വേണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വെളുത്തുള്ളി എടുക്കാം. ഞാൻ ഇച്ചിരി ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി എടുക്കുമ്പോൾ ഇച്ചിരി അധികം എടുക്കുക, എന്നാലാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതൽ കിട്ടുക. കരിയാത്ത വിധത്തിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പിച്ചി നുറുക്കി എടുത്തിട്ടുള്ള ആ ചീര ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ചീരയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ ചീരയ്ക്ക് മാത്രമുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ആ ഡ്രൈനെസ് ഒന്ന് പോയിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു പ്രഷർ ചീര അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതായത് കോമ്പിനേഷൻ ഇത് നല്ല ടേസ്റ്റാണ്. ആ ചക്കക്കുരുവിൻ്റെ കൊഴുപ്പൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇലയ്ക്കും കൂടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉടച്ചു വെച്ച ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, കാരണം ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഉടച്ചപ്പോൾ അതിൽ കൂടെ മിക്സായി കുഴമ്പ് രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുക്കറിൽ തന്നെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഉടഞ്ഞിരിക്കുന്ന അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ കുക്കറിലുള്ളതൊക്കെ എടുത്ത് ഒരു കൈയിലോളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ ചക്കക്കുരും ചീരയും ഒക്കെ കൂടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. ഇനി ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നല്ല ടേസ്റ്റ്, ആ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തോരൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കൽ ഞങ്ങൾ മൂന്നാർ പോയി വന്നപ്പോൾ ബീട്രൂട്ടിൻ്റെ ലീഫ് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഒന്ന് ചക്കക്കുരു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങൾ അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചക്കക്കുരു ഏത് ചീരയോടൊപ്പം നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാ ചീരയും ചക്കക്കുരു ഒക്കെ നമ്മളുടെ ശരീരത്തിന് ഔഷധ ഗുണം, നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. ചീരയുടെയും ചക്കക്കുരുവിൻ്റെ ഒക്കെ ഗുണങ്ങൾ അതൊന്നും ഞാൻ വിശദാക്കുന്നില്ല. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. അത്രയും ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം വേറെ ഒന്നും വേണ്ട. ചോറിൽ അങ്ങനെ തിരുമ്പി കൂട്ടി കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ഒരു കറിയും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീൻ വറുത്തത് കൂട്ടിക്കോളൂ കേട്ടോ. വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം. നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയില്ല, അത് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചോറുണ്ണാം.
ചക്കക്കാലമാണ്. ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തന്നെ എന്തായാലും കലം തുടച്ച് ചോറുണ്ണും. അത്രയും ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.